എല്ലാവർക്കും നമസ്കാരം. HDFC Ergoയുടെ നാളെ ലോഞ്ച് ചെയ്യുന്ന കോടി സുരക്ഷ എന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് പ്ലാനിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് അട്രാക്റ്റീവ് ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഈ പ്ലാനിനെ കുറിച്ച് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് പേഴ്സണൽ ആക്സിഡൻറ്റ് പ്ലാൻ എല്ലാവരുടെ കയ്യിലും വേണം എന്നുള്ളതിന് നമുക്ക് നോക്കാം എന്താ കാരണം എന്നുള്ളത്. ഇന്ത്യ ലോകത്തിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഗ്ലോബൽ ആക്സിഡൻറ്റ് ക്യാപിറ്റൽ എന്ന് തന്നെ വിളിക്കാം. കാരണം ലോകത്തിലെ 11% ആക്സിഡൻസും ഇന്ത്യയിലാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ തന്നെ 13 ലക്ഷം പേർ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. 50 ലക്ഷം പേർക്ക് പരിക്ക് പറ്റി. ഈ പോളിസി വെറും റോഡ് ആക്സിഡൻസ് മാത്രമല്ല കവർ ചെയ്യുന്നത്, എനി ടൈപ്പ് ഓഫ് ആക്സിഡൻസ്, സ്നേക്ക് ബൈറ്റ്, ഡോഗ് ബൈറ്റ്, വീഴുക, ഏത് ടൈപ്പ് ആക്സിഡൻസും ഇത് കവർ ചെയ്യുന്നുണ്ട്. ഫയർ, അതായത് പൊള്ളലേൽക്കുക, എല്ലാ രീതിയിലുള്ള ആക്സിഡൻസും ഇത് കവർ ചെയ്യുന്നുണ്ട്. പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു സ്ലൈഡിൻ്റെ സഹായത്തോടെ നോക്കിക്കാണാം. അപ്പോൾ നമുക്ക് സ്ലൈഡ് കാണാം. നമുക്ക് സ്ലൈഡ് നോക്കാം. സ്ലൈഡിൽ 25 ലക്ഷം രൂപയുടെ എക്സാമ്പിൾ നോക്കാം. എന്തെങ്കിലും ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സം അഷ്വേർഡ് 25 ലക്ഷം രൂപ കൊടുക്കും. അതുപോലെ രണ്ടാമത്തേത് പുതിയൊരു ഫീച്ചറാണ് ഡിസപ്പിയറൻസ്. അതായത് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഒരാളെ കാണാതായി എന്ന് പറഞ്ഞ് FIR കൊടുത്തതിന് ശേഷം 365 ദിവസം കഴിഞ്ഞാലാണ് ഇത് അപ്ലിക്കബിൾ ആവുക. അടുത്തത് കോമയിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഒരാൾ ആക്സിഡന്റ് പറ്റി കോമ സ്റ്റേജിലാണെങ്കിൽ 12.5 ലക്ഷം രൂപ കൊടുക്കും. അടുത്തത് പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണെങ്കിൽ 25 ലക്ഷം രൂപ കൊടുക്കും. അത് പക്ഷേ ഒരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫീച്ചർ, ടെമ്പററി ടോട്ടൽ ഡിസബിലിറ്റി. നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 104 ആഴ്ച 25 ലക്ഷത്തിൻ്റെ കേസിൽ 25,000 രൂപ വെച്ചിട്ട് ഓരോ ആഴ്ചയും, അതായത് 104 ആഴ്ച എന്ന് വെച്ചാൽ 2 കൊല്ലം, എല്ലാ ആഴ്ചയും 25,000 രൂപ കൊടുക്കും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഡിസിൻസ്, നമ്മുടെ ഇൻകം റീപ്ലേസ്മെന്റ് ഒക്കെ നടക്കും. അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും ഈ പ്ലാൻ എടുക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത്. എമർജൻസി മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് 1 ലക്ഷം രൂപ, ഡിപ്പെൻഡന്റ് ചൈൽഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ആയിട്ട് 2.5 ലക്ഷം രൂപ, ലാസ്റ്റ് റൈറ്റ്സ് കോസ്റ്റ് 10,000, പാരന്റൽ കെയർ ബെനിഫിറ്റ് 50,000. ഇതൊക്കെ മരിച്ചതിന് ശേഷം, അതായത് ഒരാൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ. ബ്രോക്കൺ ബോൺസിന് 1 ലക്ഷം രൂപയുണ്ട്. അതായത് ഒടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ. സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ബേണിന് 50,000 രൂപ. ഇതൊക്കെയാണ് വരുന്നത്. ഇതിന് പ്രീമിയം സൈസ് 25 ലക്ഷം രൂപയുടെ എക്സാമ്പിൾ 6,531 രൂപയാണ് വരുന്നത് ഒരു വർഷത്തേക്ക്. 10 ലക്ഷത്തിന്റെ സമ്മർഷേഷനാണെങ്കിൽ 3,611 രൂപ, എല്ലാം ഇൻക്ലൂഡിങ് GST ആണ്. 50 ലക്ഷത്തിന് 11,395 രൂപ. 1 കോടിക്ക് 21,172 രൂപ. ഇത് തന്നെ നമ്മൾ 2 കൊല്ലം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 7.5% ഡിസ്കൗണ്ടും, 3 കൊല്ലം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ സ്ലൈഡ് നോക്കിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന ഫീച്ചറാണ്. അത് ഏറ്റവും താഴെ നോക്കൂ, ബേണിൻ്റെ താഴെ ഉള്ളതാണ് ഹോസ്പിറ്റൽ ക്യാഷ്. ഒരു പോളിസി ഇയറിൽ 30 ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെങ്കിൽ ഓരോ ദിവസവും 3,000 രൂപ തരുന്ന ഹോസ്പിറ്റൽ ക്യാഷ് എന്ന ഫെസിലിറ്റി ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഇതൊരു അട്രാക്റ്റീവ് ഫീച്ചറാണ്. ഇനി ഈ പ്ലാനിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇതിൽ എൻ്റർ ചെയ്യാം. ആക്സിഡൻറ്റ് പോളിസി ആയത് കാരണം വേറെ മെഡിക്കൽസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ ആനുവൽ ഇൻകം, അതായത് വർഷത്തിൽ നമ്മളുടെ ഇൻകം നമുക്ക് അതിൻ്റെ 10 ടൈംസ്, അതായത് നമുക്ക് കവറേജ് എടുക്കാം. പിന്നെ ഇതിന് ഗ്ലോബൽ കവറേജ് ഉണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാവുന്ന ആക്സിഡൻസും ഇത് കവേർഡ് ആണ്. അതൊരു വലിയ ഫീച്ചറാണ്. പിന്നെ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റിയെ കുറിച്ച് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു. അതായത് ടോട്ടൽ ഡിസബിലിറ്റി ആണെന്ന് ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡിസപ്പിയറൻസിൻ്റെ കേസും നേരത്തെ നമ്മുടെ സ്ലൈഡിൽ കണ്ടു. ഡിസപ്പിയറൻസ് ആണെങ്കിൽ FIR ഇട്ട് 365 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത് ഡിസപ്പിയറൻസ് ആയി അതിന് സമ്മർഷേർഡ് നമുക്ക് നോമിനിക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഹൗസ് വൈഫ്സിന് മാക്സിമം 25 ലക്ഷം രൂപയെ കവറേജ് പറ്റുകയുള്ളൂ. ഇനി ഈ പ്ലാനിൽ എടുക്കാൻ പറ്റാത്തവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആർമി പ്രൊഫഷണൽ പറ്റില്ല, പാരാമിലിറ്ററി BSF പോലെ അവർക്ക് പറ്റില്ല. പ്രൊഫഷണൽ സ്പോർട്സ്, ഫുട്ബോൾ പോലെ പ്രൊഫഷണൽ സ്പോർട്സ് അവർക്കൊക്കെ എല്ലൊടിയാൻ അങ്ങനെ പരിക്ക് വരാൻ വളരെ ചാൻസുകളുണ്ട്, അവർക്ക് പറ്റില്ല. അതുപോലെ ഹസാഡസ് സ്പോർട്സ്, ബഞ്ചി ജമ്പിങ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പറ്റത്തില്ല. പിന്നെ മർച്ചന്റ് നേവി പറ്റില്ല, എയർലൈൻ പൈലറ്റ്സിന് പറ്റില്ല, ഓഫ് ഷോർ വർക്കേഴ്സിന് പറ്റില്ല.
സോമിൽ വർക്കേഴ്സ് അവർക്ക് പറ്റില്ല, സെക്യൂരിറ്റി വർക്കേഴ്സിന് പറ്റില്ല, ഫയർ വർക്കേഴ്സിന് പറ്റില്ല, മൈൻ വർക്കേഴ്സിന് പറ്റില്ല. അതായത് അപകട സാധ്യത വളരെ കൂടുതലുള്ള ആളുകൾക്ക് ഈ സെഗ്മെന്റിൽ പറഞ്ഞ ആളുകൾക്ക് ഇതിൽ ഈ കോടി PA എടുക്കാൻ സാധ്യമല്ല. ഈ പ്ലാന്റെ ക്ലെയിം പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലെയിം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം തന്നെ കോൾ സെന്ററിൽ വിളിച്ച് വിവരം പറയണം. കോൾ സെന്ററിന്റെ നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ ക്ലെയിം ഫോം ഫിൽ ചെയ്യണം, ഒരു പോളിസിയുടെ കോപ്പി അറ്റാച്ച് ചെയ്യണം, FIR ആവശ്യമുണ്ടെങ്കിൽ FIR വെക്കണം. അതുപോലെ ആർക്കാണോ, അതായത് മരണം സംഭവിച്ചാൽ നോമിനിയുടെ ബാങ്ക് ക്യാൻസൽ ചെക്ക്, അല്ല പരിക്കുകളൊക്കെ പറ്റുകയാണെങ്കിൽ ആ പറ്റിയ ആളുടെ തന്നെ ക്യാൻസൽ ചെക്ക് ഈ ക്ലെയിം ഫോമിൻ്റെ കൂടെ HDFC Ergoയുടെ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. HDFC Ergoയുടെ പുതിയ പേഴ്സണൽ ആക്സിഡൻറ്റ് പ്ലാനായ കോടി സുരക്ഷ എന്ന പ്ലാനിൻ്റെ പ്രസൻറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.